ഓൾ എല്ലാവരും നല്ല ഫെസ്റ്റീവായി പിടിച്ചിരിക്കുകയാണല്ലേ നമ്മളത്. അങ്ങനെ നമ്മൾ നേരെ വന്നത് ലുലുവിൽ. എന്തിനാ ക്രിസ്മസ് ട്രീ വാങ്ങാൻ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നോക്കി. അപ്പോൾ തീരെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന ടൈപ്പ് അല്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒരു നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ DIY ചെയ്യാമെന്ന് വിചാരിച്ചു. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. കുറേ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, നമുക്ക് ഫീസിബിളായിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള കുറേ ഡിസൈൻസ് ഉണ്ട്. പക്ഷെ എല്ലാം ഓൾറെഡി ചെയ്തതും സക്സസ് ആയതാണ്. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാനും വൈഫൊക്കെ ഇരുന്ന് കുറച്ച് ബ്രെയിൻ സ്ട്രോമൊക്കെ ചെയ്ത് ഒരു ചെറിയ ഡിസൈനൊക്കെ സെറ്റ് ചെയ്ത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് വീട്ടിലുണ്ടായിരുന്ന കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, പേപ്പർ ട്യൂബ്, കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഇതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് DIY ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബേസ് സെറ്റ് ചെയ്യുന്ന ബേസ് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ പൈപ്പും 2 പേപ്പർ ട്യൂബ്സ് അതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോകുന്നത്. നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെൻസിൽ വരയ്ക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ഒരു സ്റ്റെൻസിൽ വരച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ കാർഡ്ബോർഡിൽ ട്രേസ് ചെയ്ത് ഷേപ്സ് ഒക്കെ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഷേപ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി കാർഡ്ബോർഡിലേക്ക് വെച്ചിട്ട് ഷേപ്സൊക്കെ ട്രേസ് ചെയ്യാണ്. ഓക്കെ, ട്രേസ് ചെയ്തെടുത്ത കാർഡ്ബോർഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഓരോരോ പീസാക്കാൻ പോകുന്നു. ഫസ്റ്റ് ടോപ്പ് പീസ് കട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നതാണ് ഓക്കെ ആണോ ഉള്ളത്. ഓക്കെയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്രീൻ കളർ പെയിൻറ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 32 പീസസ് ഉണ്ട് എല്ലാം കൂടിയിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസൊക്കെ നമ്മൾ ഈ നമ്മുടെ ബേസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എല്ലാം 4 ലെയറും സ്റ്റിക്ക് ചെയ്തെടുക്കണം. 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും നമ്മുടെ പീസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളെല്ലാം ഡെക്കോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം.